ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കട്ടളപ്പടി കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസു അറസ്റ്റിൽ. സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലാകുന്ന ആദ്യ ഉന്നതനാണ് എൻ വാസു. വാസുവുമായി അന്വേഷണ സംഘം പത്തനംതിട്ടയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. വാസുവിനെ ഇന്ന് തന്നെ പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ആർ അനന്തകൃഷ്ണനും പ്രശാന്ത് കൃഷ്ണയും വിവരങ്ങളുമായി ചേരുകയാണ്. ഇപ്പോൾ എൻ വാസുവുമായി പത്തനംതിട്ട കോടതിയിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം അനന്തനിലേക്കാണ്. അനന്തൻ, സ്വർണ്ണക്കൊള്ള കേസിൽ തന്നെ അതിനിർണായകമാകുന്ന അറസ്റ്റാണ്. 4ാമതൊരാൾ അറസ്റ്റിലാകുമ്പോൾ, കേസിലെ 3ാം പ്രതി അറസ്റ്റിലാകുമ്പോൾ അത് എൻ വാസു ആകുമ്പോൾ സർക്കാരും CPM-ഉം കൂടുതൽ പ്രതിക്കൂട്ടിലേക്ക് പോകുന്നു. ഭരണസമിതി ഇതൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള ഹൈക്കോടതിയുടെ ചോദ്യത്തിന് ഉത്തരം കൂടിയാവുകയാണ് വാസുവിന്റെ അറസ്റ്റ്. അക്ഷയ, ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത വാസുവിനെ നേരെ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്നു. അവിടെ വൈദ്യപരിശോധന പൂർത്തിയാക്കി നേരെ ഇപ്പോൾ പത്തനംതിട്ട കോടതിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. സാധാരണ SITയുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് റാന്നി കോടതിയിലാണ്. പക്ഷേ ഇന്ന് റാന്നി കോടതി അവധിയായതിനാൽ പത്തനംതിട്ട കോടതിയാണ് അതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം പത്തനംതിട്ട കോടതിയിൽ എൻ വാസുവിനെ ഹാജരാക്കും. അതിനുശേഷം നടപടികളിലേക്ക് പോകും. കസ്റ്റഡി ആവശ്യപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം എൻ വാസുവിനെ നേരത്തെ ഒരു തവണ ചോദ്യം ചെയ്തതാണ്. ആ ചോദ്യം ചെയ്യലിന് ശേഷം വാസുവിൻ്റെ മൊഴിയും പിന്നീട് അറസ്റ്റിലായ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന വിരമിച്ച സുധീഷ് കുമാറിൻ്റെ മൊഴിയും തമ്മിലുള്ള ആ വൈരുദ്ധ്യവും അന്വേഷണത്തിൽ കണ്ടെത്തിയ വാസുവിൻ്റെ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങളും അതിന് ശേഷമാണിപ്പോൾ അന്വേഷണ സംഘം വാസുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ കസ്റ്റഡി ആവശ്യപ്പെട്ടില്ലെങ്കിൽ വാസുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് അയക്കുകയും ചെയ്യും. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വാസുവിനെ പ്രതി ചേർത്തിരിക്കുന്നത് കട്ടളപ്പാളി മോഷ്ടിച്ചു എന്ന 2ാമത്തെ കേസിലാണ്. ആ കേസിൽ തന്നെ 2019-ലെ ദേവസ്വം കമ്മീഷണർ എന്ന് മാത്രമാണ്. വാസുവിൻ്റെ പേരും ചേർത്തിരുന്നില്ല. ആ ഘട്ടങ്ങളിൽ പ്രതിസ്ഥാനത്ത് വന്നപ്പോൾ വാസു വിശദീകരിച്ചിരിക്കുന്നത് ആ സമയത്ത് ഞാനല്ല കമ്മീഷണർ എന്നായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, വാസുവിന് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വ്യക്തമായ പങ്കുണ്ട് എന്ന് കോടതിയുടെ ഉത്തരവിൽ അല്ലെങ്കിൽ അത്തരം സൂചന നൽകുന്ന പരാമർശങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ വാസുവിന് ഈ കട്ടളപ്പാളിയും ഒപ്പം തന്നെ ആ കട്ടളപ്പാളി കൊണ്ടുപോയ അതേ സമയത്താണ് സ്വർണ്ണവാതിലും മാറ്റി സ്ഥാപിക്കുന്നത്. അപ്പോൾ ആ സ്വർണ്ണവാതിൽ അപ്പാടെ തട്ടിയെടുത്തു എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി കഴിഞ്ഞ ഉത്തരവിൽ ഹൈക്കോടതി നൽകുമ്പോൾ വലിയ സ്വർണ്ണക്കൊള്ളയാണ് ശബരിമലയിൽ നടന്നതെന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല, കട്ടളപ്പാളിക്കൊപ്പം വാതിലും ഒപ്പം തന്നെ പിന്നീട് ദ്വാരപാലക പാളികളും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് കോടതി എത്തിയത്. അപ്പോൾ ആ സ്വർണ്ണക്കൊള്ളയ്ക്ക് എന്ത് പങ്കാളിത്തമാണ് എൻ വാസുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അത് സംബന്ധിച്ച് റിമാൻഡ് റിപ്പോർട്ടിൽ വിശദമായ പരാമർശങ്ങൾ ഉണ്ടാകും. ഏതായാലും വാസുവിനെതിരെ ശക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതിനൊപ്പം തന്നെ വാസുവിനെതിരായ മൊഴികളും ഇതുവരെ അറസ്റ്റിലായ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മുരാരി ബാബു അടക്കമുള്ളവരുടെ മൊഴികളും കൂടി പരിഗണിച്ചുകൊണ്ടാണ് വാസുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ അറസ്റ്റിലാകുന്ന ഏറ്റവും ഉന്നതനായ പ്രതിയാണ് എൻ വാസു. കാരണം ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറായിട്ട് അദ്ദേഹം 2 തവണ ഇരുന്നു. അതിനുശേഷം പത്മകുമാർ മാറിയ ഒഴിവിൽ പിന്നീട് വന്ന ബോർഡിൻ്റെ അധ്യക്ഷനായിട്ട് എൻ വാസുവിനെയാണ് സർക്കാർ നിയമിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വാസു വരുമ്പോഴാണ് പോറ്റിയുടെ ഇമെയിൽ സന്ദേശം ലഭിക്കുന്നത്. ആ ഇമെയിൽ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത് ഈ ദ്വാരപാലക പാളികളിൽ നിന്ന് ലഭിച്ച സ്വർണം തൻ്റെ പക്കൽ അധികമുണ്ട്, അതെന്ത് ചെയ്യണം എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് വാസു എടുത്ത നിലപാടാണ് കോടതി ചോദ്യം ചെയ്തത്. അങ്ങനെ ശക്തനായ ഒരു പ്രതിയാണ് ഇപ്പോൾ കോടതിക്ക് മുൻപാകെ എത്താൻ പോകുന്നത്, അല്ലേ പ്രശാന്ത്? അനന്ത, ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വാസുവിനെതിരായ തെളിവുകൾ ഓരോന്ന് പുറത്തു വരുമ്പോഴും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്ന ഒരു മെയ്വഴക്കം, അത് ഒരു CPM നേതാവാണ് വാസു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മെയ്വഴക്കം, ഒപ്പം തന്നെ ഒരു മുതിർന്ന അഭിഭാഷകൻ, ഇപ്പോഴും വഞ്ചൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ്, ട്രിബ്യൂണലിൻ്റെ ജഡ്ജിയായിരുന്ന ആളാണ്. അപ്പോൾ ഒരു ന്യായാധിപനും ഒരു അഭിഭാഷകനുമായിരുന്ന ആൾക്കുള്ള നിയമവശങ്ങൾ എല്ലാം പരിചയമുള്ള ആൾ എന്നതുകൊണ്ട് തന്നെ തനിക്കെതിരായ തെളിവുകൾ ഓരോന്നോരോന്ന് വരുമ്പോഴും വാസു പ്രകടിപ്പിച്ചിരുന്ന ഒരു മെയ്വഴക്കം അങ്ങനെയായിരുന്നു. താൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു. ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വാസുവിനെതിരായ തെളിവുകൾ വളരെ വ്യക്തമായിരുന്നു. കാരണം ഈ കട്ടളപ്പാളി, സ്വർണം പൊതിഞ്ഞ കട്ടളപ്പാളി ചെമ്പാക്കി മാറ്റാനുള്ള എഴുതുന്നത് വാസുവിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. അതായത് 3ാം പ്രതിയാണ് വാസു. 4ാം പ്രതിയായ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന അവസരത്തിലും ചോദ്യം ചെയ്യാൻ വിളിച്ച അവസരത്തിൽ എൻ വാസുവുമായി നമ്മൾ ബന്ധപ്പെട്ടതാണ്. ഞാൻ സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആ ഒരു
ഭയമുണ്ട്. അതായത് അടുത്തത് താനാണ്, താൻ ഈ കുരുക്കിലേക്ക് മുറുകാൻ പോവുകയാണ് എന്ന വ്യക്തമായ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അത് മറ്റാരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. അതായത് ഈ അറസ്റ്റ് എൻ വാസു പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ താൻ നിരപരാധിയാണെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം മാധ്യമങ്ങളിലൂടെ ഈ തെളിവുകൾ ഓരോന്ന് പുറത്തു വരുമ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2019 മാർച്ച് മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ നടപടി, അതായത് കട്ടളപ്പാളിയെ സ്വർണം ചെമ്പാക്കി മാറ്റുന്ന തീരുമാനമെടുത്തതിന് ശേഷം വാസു ആ സ്ഥാനത്ത് നിന്ന് പോവുകയാണ്. പോകുന്നു. അതിനുശേഷം ദ്വാരപാലക ശില്പത്തിൻ്റെ പാളി സ്വർണം ചെമ്പാക്കുമ്പോൾ അദ്ദേഹമല്ല ദേവസ്വം കമ്മീഷണർ. പക്ഷേ പുറത്തു നിൽക്കുന്ന വാസു ബാഹ്യ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. കാരണം ജൂലൈ മാസത്തിലാണ് ദ്വാരപാലക ശില്പത്തിൻ്റെ പാളി സ്വർണ്ണപ്പാളി ചെമ്പാക്കി മാറ്റുന്നത്. അത് സുധീഷ് കുമാർ അന്ന് ഈ ചുമതലയിലുണ്ട്, മുരാരി ബാബു ഉണ്ട്. അപ്പോൾ പുറത്ത് ഈ ചുമതലയിൽ നിന്നൊക്കെ ദേവസ്വം കമ്മീഷണർ ചുമതലയിൽ നിന്ന് പുറത്തുപോയ വാസു പുറത്തു നിന്ന് ഈ നിയന്ത്രണങ്ങൾ, ഈ ഗൂഢ നീക്കങ്ങളെല്ലാം നടത്തിയിരുന്നു. ഇനി അങ്ങനെയല്ലെങ്കിൽ മാർച്ച് മാസത്തിലും ജൂലൈ മാസത്തിലും 2019 ബോർഡ് ഭരിക്കുന്നത് എ പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. അവരുടെ പങ്ക് അത് ഇതിലുണ്ടോ എന്നത് കൃത്യമായി തെളിയിക്കേണ്ടിയിരിക്കുന്നു. SITയുടെ അന്വേഷണം ആ നിലയ്ക്കാണ് പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം വാസുവിൻ്റെ അറസ്റ്റിലൂടെ വാസുവിന് എന്താണ് പറയാൻ പോകുന്നത്, ആര് പറഞ്ഞിട്ടാണ് സ്വർണം ചെമ്പാക്കി മാറ്റിയത് എന്നതിന് വാസു മറുപടി പറയേണ്ടി വരും. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും പ്രശാന്ത്, ഇതിനകത്ത് 2019 2025 ബോർഡുകൾ ആണ് ഇതിനകത്ത് കൃത്യമായി ഇടപെടൽ നടത്തിയതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ബോർഡുകൾക്ക് കൃത്യമായ നിർദ്ദേശം ഒരു സ്ഥലത്ത് നിന്ന് വന്നു. ആ കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടുന്ന സഹായഹസ്തങ്ങൾ നൽകാൻ ഈ ബോർഡുകളും ഈ ബോർഡിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരും കൃത്യമായ ഇടപെടൽ നടത്തി എന്നുള്ളത് മനസ്സിലായി. പക്ഷേ ആരാണ് നിർദ്ദേശം കൊടുത്തത്? 2019 ബോർഡിനെ നിയന്ത്രിക്കുന്നു. അതിനുശേഷം 2024 വന്ന ബോർഡ് 24 തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ നടത്തുന്നുവെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 2025 വീണ്ടും കൊണ്ടുപോയിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൗതുകകരമായ കാര്യം, ഈ അന്വേഷണം തുടങ്ങി, SITയുടെ അന്വേഷണം തുടങ്ങി, 2 FIRകൾ രജിസ്റ്റർ ചെയ്തു. ആ FIRകളിൽ രണ്ടാമത്തെ FIRൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ 2019 എന്നാണ് പ്രതിസ്ഥാനത്ത് എഴുതിയിരിക്കുന്നത്. വാസുവിൻ്റെ പേരില്ല. അതിനുശേഷം പല റിമാൻഡ് റിപ്പോർട്ടുകൾ കൊടുത്താലും വാസു എന്ന് സംശയിക്കാവുന്ന സ്ഥാനത്ത് വരുന്ന പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ എന്ന് മാത്രമാണ്. വാസുവിൻ്റെ പേര് അതിലുമില്ല. പിന്നീട് വാസു ഇതിനകത്ത് കൃത്യമായി ഇടപെടൽ നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. വാസുവിൻ്റെ അറസ്റ്റ് ഉണ്ടാകും എന്ന് പറയുന്നു. കോടതി കൃത്യമായി അന്വേഷണ സംഘത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു വാസുവിനെ അടക്കം അറസ്റ്റ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ വാസുവിൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഏറ്റവും ഒടുവിൽ നൽകുമ്പോഴും അതിൻ്റെ തലേ ദിവസം നമുക്ക് കൃത്യമായ വിവരമുണ്ടായിരുന്നു, ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കൊടുക്കും മുമ്പ് വാസുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന്. പക്ഷേ അതുണ്ടായില്ല. അപ്പോൾ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് അന്വേഷണ സംഘത്തെ വിലക്കുന്ന ഒരു ശക്തി പുറത്തുണ്ടോ? അന്വേഷണ സംഘത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു? കാരണം നമ്മൾ ഈ FIR പരിശോധിക്കുമ്പോൾ ഏറ്റവും ആദ്യം അറസ്റ്റ് ചെയ്യേണ്ട പ്രതി എൻ വാസുവാണ്. കാരണം ഏറ്റവും കരുത്തൻ. സാധാരണഗതിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ അന്വേഷണ സംഘം അവിടെ അതെ ഇയാളെ റിമാൻഡ് ചെയ്യേണ്ടതിനോ കസ്റ്റഡി ആവശ്യപ്പെടുന്നതിനോ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു വാദം, ഈ പ്രതി പുറത്തു നിന്നാൽ ഇയാൾ സാക്ഷികളെ സ്വാധീനിക്കാൻ, തെളിവ് നശിപ്പിക്കാൻ ഇയാൾക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയാണ് എന്നൊക്കെയാണ്. അപ്പോൾ അത്രയും സ്വാധീനമുള്ള ഒറ്റ വ്യക്തിയെ ഈ കേസിലുള്ളൂ പ്രതിസ്ഥാനത്ത്, അത് എൻ വാസുവാണ്. പക്ഷേ എൻ വാസുവിനെ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം അറസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോയത്? ഇന്നിപ്പോൾ കോടതിയിൽ പോകുമ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ എന്താണ് അന്വേഷണ സംഘം ഉന്നയിക്കാൻ പോകുന്ന വാദം? ഇയാൾ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയായതുകൊണ്ട് ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തില്ലെങ്കിൽ ഇയാൾ തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും അങ്ങനെ നീക്കം നടത്തും എന്ന് സ്ഥിരമായി എഴുതുന്ന 2 വരി ആയിരിക്കുമോ ആ റിപ്പോർട്ടിൽ എഴുതുക? കാരണം ഇതിനകം എത്രയോ ദിവസങ്ങൾ എൻ വാസുവിന് ലഭിച്ചു. അപ്പോൾ എൻ വാസുവിന് ലഭിക്കാവുന്ന അനന്തൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വാസുവിനോട് നിരന്തരം പ്രതികരണം ചോദിച്ചപ്പോഴൊക്കെയും ഈ സ്വർണ്ണക്കൊള്ളയിൽ ഒരു ബന്ധവുമില്ലായിരുന്നു എന്നുള്ളതായിരുന്നു എൻ വാസുവിന്റെ വാദം. സ്വർണം മിച്ചമുണ്ടെന്ന് അറിയിച്ച് പോറ്റി അയച്ച ഇമെയിൽ ഉദ്യോഗസ്ഥർക്ക് കൈമാറുക മാത്രമാണ് ചെയ്തതെന്നുമായിരുന്നു വാസു അന്ന് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. അതൊന്ന് കേൾക്കാം. അയാളെ സംബന്ധിച്ച് അയാളുടെ ക്രെഡിബിലിറ്റിയെ പറ്റി യാതൊരു സംശയവും അന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ ഇമെയിലിൽ ഞാനെടുത്ത നടപടി എന്ന് പറയുന്നത് ഇത് തിരുവാഭരണം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമല എന്നിവരുടെ അഭിപ്രായം വാങ്ങണം, ഇത് മാത്രമാണ് ഇതിൽ എഴുതിയത്. ഇതൊരു സ്വാഭാവിക നടപടിയാണ്. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം സ്വർണം എടുത്ത് ആണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ ചെയ്യുന്നത് എന്നായിരുന്നു അന്നുണ്ടാക്കിയ കരാറ്. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് കുറേ സ്വർണം ശേഖരിച്ച് അത് പൂർത്തിയാക്കിയതിന് ശേഷം ബാക്കി സ്വർണം അയാളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അയാളുടെ വകയാണ്, ദേവസ്വത്തിൻ്റെ വകയായിട്ട് വന്നിട്ടില്ല. അത് ഈ കത്ത് കിട്ടുന്ന സമയത്ത് ദേവസ്വത്തിൽ ഏതെങ്കിലും അപഹരണം
അയാൾ നടത്തിയതായിട്ട് യാതൊരു അലിഗേഷനും വന്നില്ല. അതിനുശേഷം കോവിഡ് ആയിരുന്നു. ഇങ്ങനൊരു ഈവൻറ്റ് നടന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനോ ദേവസ്വം ബോർഡോ അങ്ങനെ ഒരു ഈവൻറ്റുമായിട്ട് പിന്നെ സഹകരിച്ചിട്ടുമില്ല. എന്നോട് ഉണ്ണികൃഷ്ണൻ പറ്റി ഇതൊന്നല്ല ഒരു കാര്യത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. എനിക്ക് അയാളുമായിട്ട് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനും അത്തരത്തിലുണ്ടായിട്ടില്ല നേരിട്ടുള്ള. കാരണം ഇതിലെ ഒന്നും എനിക്ക് ഒളിച്ചു വെക്കാനില്ല. വളരെ സുതാര്യമായിട്ടുള്ള നടപടികൾ മാത്രമാണ് ഇതിനകത്ത് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. കേസിൽ അറസ്റ്റിലായിട്ടുള്ള മറ്റു പ്രതികളിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് എൻ വാസുവിനെ ഇപ്പോൾ SIT അറസ്റ്റ് ചെയ്യുന്നത്. അനന്തനും പ്രശാന്തും വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അനന്തൻ, പ്രശാന്ത്, നേരത്തെ പ്രശാന്ത് പറഞ്ഞ പോലെ ഈ മെയ് വഴക്കത്തിന്റെ കാര്യം പ്രതികരണം ഒന്നുകൂടി കേൾക്കുമ്പോൾ ഒന്നുകൂടി അതിനെപ്പറ്റി ചോദിച്ചു പോവുകയാണ്. അതായത് എത്ര നിഷ്കളങ്കമായിട്ടാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ചില സാങ്കേതിക കാര്യങ്ങൾ മാത്രം അതിന്റെ ഭാഗവാക്കാവുക മാത്രമാണ് ചെയ്തതെന്ന് എൻ വാസു പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു പഴയ പ്രതികരണം കൂടി കാണുമ്പോൾ. ഒരു കാര്യവുമില്ല അക്ഷയ. കാരണം എൻ വാസുവിന് ഏതെങ്കിലും തരത്തിലുള്ള നിഷ്കളങ്കത്വം ഈ കേസിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഈ ഒരു സന്ധിയിൽ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നില്ല. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടപ്പോൾ അതും SIT അടച്ചിട്ട മുറിയിൽ കോടതിയിൽ ബോധിപ്പിച്ച കാര്യങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ട് ഈ SIT ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് ഹൈക്കോടതി ഒരു ഉത്തരവ് കഴിഞ്ഞ ആഴ്ച പുറപ്പെടുവിച്ചിരുന്നു. അതിൽ കൃത്യമായി വാസുവിനെതിരെ രൂക്ഷമായ വിമർശനം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ ഇമെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ ഇമെയിൽ വന്നപ്പോൾ അത് അയാളുടെ സ്വർണ്ണമാണ് എന്ന് വാസു പറഞ്ഞ വാദം, അതിനെ പൂർണ്ണമായും ഖണ്ഡിക്കുന്ന നിലപാടാണ് കോടതി എടുത്തത്. എന്തുകൊണ്ട് വാസു അന്ന് ആക്ഷൻ എടുത്തില്ല എന്നാണ് കോടതി ചോദിച്ചത്. അത് പോറ്റിയും ദേവസ്വം ബോർഡ് ഒഫീഷ്യൽസും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ തെളിവായിട്ടാണ് കോടതി അതിനെ കണ്ടത്. അങ്ങനെ തന്നെയാണ് SITയും കണ്ടത്. പക്ഷേ അതിലുമുപരി എന്നിട്ട് പോലും കോടതി അത്ര രൂക്ഷമായി പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് വാസു വഴുതി ഇത്ര ദിവസം അറസ്റ്റിൽ നിന്ന് മാറി നിന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഉയരുന്ന ചോദ്യം. അങ്ങനെ വരുമ്പോൾ തികച്ചും ഒരു രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയല്ലേ പ്രശാന്ത് വാസു എന്ന് പറയുന്നത്. കാരണം ദേവസ്വം ബോർഡിന്റെ പല ഘട്ടങ്ങളിലും 2018 2019 ഈ സർക്കാരിന് വാസുവിലുള്ള താല്പര്യം അത് പ്രകടമായിരുന്നു പല കാര്യങ്ങളിൽ. 2018 യുവതി പ്രവേശ നടക്കുന്ന അവസരത്തിൽ ഇപ്പോൾ ദേവസ്വം കമ്മീഷണറാണ് വാസു. ഇതിലുപരി 2019 മാർച്ച് മാസത്തിൽ ഈ സ്വർണ്ണ കട്ടള ചെമ്പാക്കുന്ന തീരുമാനം ബോർഡ് ഈ വാസു എടുക്കുന്നു. അതിനുശേഷമാണ് വാസു ഈ ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറുന്നത് എങ്ങനെയാണ്? വാസുവിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും സർക്കാർ ഈ വാസുവിന് കാലാവധി നീട്ടി നൽകുകയാണ്. അത് ഹൈക്കോടതി ഇടപെട്ടാണ് വാസുവിൻ്റെ ആ കാലാവധി അവസാനിപ്പിക്കുന്നത്. എന്തിനാണ് വാസുവിന് കാലാവധി നീട്ടി നൽകണം എന്നൊരു നടപടി അല്ലെങ്കിൽ തീരുമാനമെടുത്തു ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയും ചോദ്യം ചെയ്യപ്പെടുകയാണ് ഈ സാഹചര്യത്തിൽ എന്നതിൽ ഒരു തർക്കവുമില്ല. കേസിലെ 3ാം പ്രതിയാണ് എൻ വാസു. 4ാം പ്രതിയും അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് 3ാമത്തെ പ്രതി അറസ്റ്റിലാകുന്നത് എന്നോർക്കണം. എന്തായാലും എൻ വാസുവിന്റെ അറസ്റ്റിലൂടെ സ്വർണ്ണക്കൊള്ള കേസ് മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആദ്യ ഉന്നതന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ SIT സംഘം. ആർ അനന്തകൃഷ്ണനും പ്രശാന്ത് കൃഷ്ണയുമാണ് വിവരങ്ങൾ നൽകിയത്.